വി.എസിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകും. ഇടതുപക്ഷത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ഇന്ന് അണിചേരുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വലിയ ആഘോഷം മാധ്യമങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട്. ആരാണ് സുരേഷ്? അതെ, VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. VS അച്യുതാനന്ദന്റെ ഒപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ കുതുകാൽ വെട്ടിയ ഒരു 9-on-6 ഒറ്റുകാരനാണ് സുരേഷ് എന്ന് ചുരുങ്ങിയ ഭാഷയിൽ പറയാം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും സഖാക്കളോട് ചോദിച്ചാൽ സുരേഷ് അത്ര പ്രിയപ്പെട്ടവനായിരിക്കില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ സുരേഷ് വളരെ പ്രിയപ്പെട്ടവനാണ്, അദ്ദേഹം മികച്ചൊരു സഖാവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാര്യം എന്തായിരുന്നു? VSനോടൊപ്പം നിന്ന് പലപ്പോഴും പാർട്ടിയെ ഒറ്റുകൊടുത്ത ഒരു വഞ്ചകനാണ് സുരേഷ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. ആ പുറത്താക്കിയ നടപടി പുനഃപരിശോധിക്കാനായിട്ട് വൈകും. ഏകദേശം 13 വർഷം മുന്നെയാണ് സുരേഷ് എന്ന പാലക്കാടുള്ള ഒരു നേതാവിനെ മലമ്പുഴ MLA ആയിട്ടുള്ള VSന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒപ്പം ചേരുന്നത്. VSനോടുള്ള ആ ബന്ധം വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന സന്ദർഭത്തിൽ സുരേഷിനെ കുറിച്ച് ഏത് പാർട്ടിക്കാരെടുത്ത് ചോദിച്ചാലും ഇത്രയും അഹങ്കാരിയും ധിക്കാരിയും ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടാകില്ല. കാര്യം പൊടുന്നനെ ഒരു പദവി കിട്ടിയതാണ്. എന്തായിരുന്നു അതിന്റെ മാനദണ്ഡമെന്ന് ചോദിച്ചാൽ, ചില നേതാക്കന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നുമ്പോൾ ചിലരെയൊക്കെ പൊടുന്നനെ വലിയ ആൾക്കാരാക്കി മാറ്റുമല്ലോ, അവർക്ക് പ്രത്യേക പദവി കിട്ടുമല്ലോ. അങ്ങനെ വഴിവിട്ട രീതിയിലാണ് VSന്റെ സ്റ്റാഫിലേക്ക് എത്തുന്നത്. വളരെ പെട്ടെന്ന് VSന്റെ കാര്യങ്ങൾ നോക്കി VSനെ കൊണ്ട് പാർട്ടിക്കെതിരെ സംസാരിപ്പിക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും പാർട്ടിയെ സംബന്ധിച്ചുള്ള പല രഹസ്യ ചർച്ചകളും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കി കൊടുത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കിടയിലെ വലിയ സ്വീകാര്യനായി മാറി. അങ്ങനെ ചെയ്തൊരു വ്യക്തി ആ പ്രവൃത്തിക്ക് പാർട്ടി നടപടി നേരിട്ടു. ആ നടപടി നേരിട്ടപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് കേട്ടെ. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. എപ്പോഴും MN വിജയൻ മാഷ് പറയുന്നത്, ഈ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചാൽ പാർട്ടി ഉണ്ടാവും, പക്ഷെ കൂടെ ജനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോ യാത്രയിൽ ചേരുമ്പോഴും പറയാനുള്ളത്. തീർച്ചയായിട്ടും പാർട്ടി ഉണ്ടാവണം. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. അത് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരൊപ്പമാണ് ഞാൻ. അതിന് പാർട്ടി ഉണ്ടാകണമെങ്കിൽ 3-ാം വട്ടം ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ പാർട്ടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അല്ല, അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് ഈ പാർട്ടി ഇവിടെ മൂല്യത്തോടുകൂടി നിലനിൽക്കും എന്നുള്ളതാണ്. അവഗണനയാണത്രേ. ഇതുപോലുള്ള വേസ്റ്റ് നേതാക്കന്മാരാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ അപമാനം ഈ നാട്ടിൽ സൃഷ്ടിച്ചത്.